to stay laser focused on your artistic career when you have mental and physical challenges and even without support from others. നമുക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കൽ ചാലഞ്ചസ് നേരിടുന്ന സമയത്ത് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ലേസർ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിക് കരിയർ മുന്നോട്ട് പോകുന്നത്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് സംസാരിക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി വീക്കിലി മീറ്റിങ്ങിൽ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്തു. ആ സ്റ്റുഡൻറ്റിന് ആക്ച്വലി ക്യാൻസറാണ്, ചെറിയ പയ്യനാണ്. അപ്പോൾ ക്യാൻസർ വന്നിട്ട് ഡോക്ടർ അവൻ്റെ അടുത്ത് പറഞ്ഞു റെസ്റ്റ് എടുക്കാനായിട്ട്, കുറച്ച് നാളത്തേക്ക് പടമൊന്നും വരയ്ക്കേണ്ട, ഫുൾ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനൊരു അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുന്നൊരു സമയമാണ്, ആ കുട്ടിക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീക്കിലി മീറ്റിങ്ങിൽ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അതായത് നമുക്കൊരു മെൻ്റലി ഫിസിക്കലി ചലഞ്ച് വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. എനിക്കറിയാം ഒരുപാട് പേര് കണ്ണിനൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ട് പടം വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ പടം വരയ്ക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും, കണ്ണിൽ നിന്ന് വെള്ളം വരും, കണ്ണിൽ ഇറിറ്റേഷൻ വരും, വരയ്ക്കാനോ ഫോക്കസ് കൊടുക്കാനോ സാധിക്കില്ല. ചിലർക്ക് മെൻ്റൽ പ്രോബ്ലം ഉള്ളവർ, മെൻ്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് മനസ്സിൽ ചെറിയൊരു സങ്കടം വെച്ചിട്ടാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ആർട്ടിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലർ വർക്ക് പ്രഷർ ഉള്ളവരുണ്ട്, ഒരുപാട് ജോലിയൊക്കെ എടുത്ത് ടെൻഷൻ അടിച്ച് വരുമ്പോഴായിരിക്കും പടം വരയ്ക്കണ പോലെ ചിന്ത വരാം. പക്ഷേ പടം വരയ്ക്കാൻ പോയിട്ട് പെൻസിൽ എടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. സോ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് ആയിരിക്കുന്ന സമയത്ത് ആർട്ട് ഫീൽഡിൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് എൻ്റെ ബ്ലഡ് കൗണ്ടൊക്കെ കുറഞ്ഞിരിക്കുകയാണ്, ഡോക്ടർ പറഞ്ഞു ആർട്ടിൽ കുറച്ച് നാൾ പടം വരയ്ക്കണ്ട, പക്ഷേ എനിക്ക് പടം വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫാമിലി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തതാട്ടോ, ആദ്യം ഡോക്ടർ പറയുന്നത് കേൾക്കുക. കാരണം നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമ്മളെക്കാളും ബെറ്ററായിട്ട് ഒരു പ്രൊഫഷണൽസിന് അറിയാനായിട്ട് സാധിക്കും. ഡോക്ടർ പറയുന്നത് കേൾക്കുക, ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. പക്ഷേ ആ മോട്ടിവേഷൻ, വരയ്ക്കാനുള്ള മോട്ടിവേഷൻ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. റെസ്റ്റ് എടുത്ത് എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് നമുക്ക് ആർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ നേരിടുന്ന എല്ലാ ചലഞ്ചുകളും നമുക്ക് അങ്ങനെ ഒരു തിരിച്ചുവരവിന്, നല്ല സ്പീഡായിട്ടുള്ള തിരിച്ചുവരവിന്, കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള തിരിച്ചുവരവിന് മോട്ടിവേഷനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്, അതിന് ഒരു 6 സ്റ്റെപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ, ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഫസ്റ്റ് പോയിന്റ്, പ്രയോറിറ്റൈസ് സെൽഫ് കെയർ. നമ്മളെ തന്നെ കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ ഇഷ്യൂസിൻ്റെയും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് കൺട്രോൾ ഉള്ളൊരു സ്റ്റേജ് ഉണ്ട്. എനിക്കൊരു സമയത്ത് ആസ്മ വന്നിട്ടുണ്ടായിരുന്നു. ആസ്മ വന്ന സമയത്താണ് ശരിക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 ആ ഒരു കാലഘട്ടം. വീക്കിലി വൺസ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, നമ്മുടെ കയ്യിൽ നല്ല ലാപ്ടോപ്പൊന്നുമില്ല. ഒരു വീഡിയോ തന്നെ ഒരു ടൈം ലാപ്സാക്കി എഡിറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം എടുക്കും. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ശരിക്കായിരിക്കും, പക്ഷെ അന്നത്തെ ലാപ്ടോപ്പിൻ്റെ കണ്ടീഷനും ഷൂട്ടിങ്ങിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വെച്ചിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട്, അന്ന് ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്, നമുക്ക് വേണ്ടത്ര സാലറി പോലും ഇല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അന്ന് കൊച്ചിയിൽ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വീഡിയോ ഷൂട്ടിങ്ങും ഒപ്പം കൊണ്ടുപോകുന്നത്. അന്ന് നമ്മൾ സക്സസ് ആവാത്ത കാരണം ആരും നമ്മൾ വിശ്വസിക്കാത്തൊരവസ്ഥയും കൂടി ഉണ്ട്. ആ സമയത്താണ് ഈ ആസ്മയും കൂടി വരുന്നത്. ആസ്മ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കൺട്രോളിലുള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാ അസുഖത്തിനും നമ്മുടെ കൺട്രോളിലുള്ളൊരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിക്കവർ ആകാൻ പറ്റുന്നൊരു സ്റ്റേജ് ഉണ്ട്. അത് കഴിയുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് അവിടെയുണ്ട്. അതിന് ശേഷമായിരിക്കും നമ്മുടെ കൈവിട്ട് പോകുന്നുണ്ടായിരിക്കാം. ആ ഒരു ഗ്യാപ്പിൽ നിൽക്കുന്നൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് ആസ്മ വരുന്നു, ചുമയ്ക്കുമ്പോൾ ഇടയ്ക്കുന്ന ബ്ലഡൊന്ന് കാണുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ എന്നാലും അത് നമ്മുടെ കൺട്രോളിൽ വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തം കൈവിട്ട് പോകും, ഫുള്ളായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. ഒരു സമയത്ത് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല, ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ചുമ വന്ന് ശ്വാസം കിട്ടാതെ വന്ന് അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്ത അവസ്ഥ വരെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ എൻ്റെ ലൈഫിലൂടെ കടന്നുപോയ സമയത്ത്, ഫിസിക്കലി ഭയങ്കര ചലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്താണ് ചാനലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്തൊരു പരിപാടിയുണ്ട്. ഞാൻ എൻ്റെ ആരോഗ്യത്തിൽ, ഹെൽത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും, സ്ലീപ്പിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും, ഫുഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. ശരിക്കും ഈ ആസ്മ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ നമ്മൾ ഫുഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെ തന്നെ കെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ പതിയെ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് പൊടിയുള്ള സ്ഥലത്തൊന്നും ഒരുപാട് പോവാതിരിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുത്തു, വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ലൈഫ് ഒന്ന് സ്ട്രക്ചർഡായ സമയത്ത്
പതിയെ 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 ഇത് കുറഞ്ഞു വന്നു. ഇപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് മെഡിസിൻ എടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു എഫക്റ്റ് മൂലം ഇതെല്ലാം കുറഞ്ഞു വന്നു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യാതെ ഡോക്ടർ നോക്കിക്കോളും. മരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസോ മാറാനായിട്ട് പോകുന്നില്ല. എനിക്കറിയാം ആർട്ടിസ്റ്റുകളാവുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ പല സമയത്ത് ജോബിൻ്റെ സ്ട്രെസ് കൊണ്ടൊക്കെ മൈൻഡ് ഔട്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്, ദേഷ്യം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്, ഒരുപാട് നെഗറ്റിവിറ്റീസിലോട്ട് പോകുന്ന ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷേ കുറച്ചെങ്കിലും നമ്മുടെ കൺട്രോളിൽ ആ മൈൻഡ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു അല്ലേ. പിന്നെ നെക്സ്റ്റ് ടൈം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ സെൽഫ് കെയറിന് കൊടുക്കുക, നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് മെൻ്റൽ വെൽബീയിന് കൊടുക്കുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ലൈഫിൽ സെറ്റ് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു പരിധിയുടെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും നമ്മുടെ മെൻ്റൽ വെൽബീയിങ് ആണെങ്കിലും, അപ്പോൾ അങ്ങനെ കൈവിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് വൈകിപ്പിക്കാതെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. നല്ല ഡോക്ടേഴ്സിനെ പോയി കാണുക, കറക്റ്റ് മെഡിസിൻസ് എടുക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായി ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം, ആ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഡോക്ടർ പറയുന്ന പോലെ ചെയ്യുക. കാരണം ആ സ്റ്റുഡൻറ്റിൻ്റെ ക്യാൻസറാണ്, ആ സ്റ്റുഡൻറ്റിന് ബ്ലഡ് കൗണ്ടൊക്കെ ഒരുപാട് കുറഞ്ഞു. ആ സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു ആദ്യം നിന്നും കുറച്ചൊന്ന് ഗ്യാപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം ഡോക്ടറെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കുക എത്രത്തോളം ഗ്യാപ്പ് എടുക്കണം. എന്നിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് അതിനോട് അലൈൻഡ് ആക്കുക. ഞാൻ ഗ്യാപ്പ് എടുക്കാൻ പോവുകയാണ്, കുറച്ച് നാൾ ഞാൻ പടം വരയ്ക്കാൻ പോകുന്നില്ല, ഇതെല്ലാം കഴിയുന്ന സമയത്ത് ഞാൻ കുറേ കൂടി ബെറ്ററായിട്ട് തിരിച്ചു വരും, എനിക്ക് ഇതിനേക്കാളും ബെറ്ററായിട്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഞാൻ ആ സ്റ്റുഡൻറ്റിനെ ആ വീക്കിലി മീറ്റിങ്ങിൽ മോട്ടിവേറ്റ് ചെയ്തത്. എല്ലാത്തിനും ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പലരുടെയും വിചാരം എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഇതുകൊണ്ട് ലൈഫ് തീരും, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേര് വിഷമിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും സെക്കൻഡ് ചാൻസും തേർഡ് ചാൻസും ഫോർത്ത് ചാൻസൊക്കെ നമുക്ക് ലൈഫിലുണ്ട്, നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ആ തിരിച്ചു വരവ് അതിന് നമ്മൾ റെഡി ആവണം. പലരും റെഡിയല്ല ആ തിരിച്ചു വരവിന് വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല സിറ്റുവേഷൻസിലും നമ്മൾ റെഡി ആവാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ശരിയാവാത്തത്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിക്കൂടെ? ആദ്യം നമുക്ക് നമ്മുടെ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, എന്നിട്ട് നല്ല തിരിച്ചുവരവിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് റെഡി ആയിട്ട് വരിക. സെക്കൻഡ് പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തേർഡ് പോയിന്റ് പറയും മുമ്പ് ഒരു ബ്യൂട്ടിഫുൾ സീനും കാണിച്ചു തരാം കേട്ടോ. അതേ ഇവിടെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ അതിരാവിലെ ഏകദേശം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും, അതിരാവിലെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടെ, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കാര്യത്തിൽ സൺറൈസിനെ കുറിച്ചും ജീവിതത്തിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ച് അടുത്ത പോയിന്റ് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത്. ഇടയ്ക്ക് വെച്ച് എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. സോ ഞാൻ ജിമ്മിൽ പോയി വന്ന് അതിന് ശേഷം ബാക്കിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും ലൈഫ് ഇങ്ങനെ തന്നെയാണ്. നമ്മളൊരു ലക്ഷ്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ എനർജി ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്ത് തീർക്കണം. ആ എനർജിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. അതിന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ വഴിയാണ്, നമ്മൾ ചെയ്യാനുള്ള റീസണാണ്. സോ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ, ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മനസ്സിലായ സമയത്ത് അവർക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തേർഡ് പോയിന്റ്, ഫൈൻഡ് യുവർ വൈ. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആർട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് ചെയ്യാനൊരു കാരണം വേണം, നല്ല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടൊരു കാരണം വേണം, ആർട്ട് പഠിക്കാനായിട്ടൊരു കാരണം വേണം. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നല്ല അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു ഈ ഒരു ആർട്ട് ഫീൽഡിൽ വരാനായിട്ട്, നല്ലൊരു ആർട്ട് ടീച്ചർ ആവാനായിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് സാക്രിഫൈസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് സാക്രിഫൈസ് ചെയ്ത കാരണം പിന്നീട് അങ്ങോട്ട് ഞാൻ വിചാരിച്ചാൽ പോലും എൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. കണ്ടിന്യൂ ചെയ്യണം, കാരണം നമ്മൾ ഇടയ്ക്ക് ആലോചിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വന്നേ, പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ കുറേ സാക്രിഫൈസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തിരിച്ചു നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നമ്മൾ കാരണം ഹെൽപ്പ് കിട്ടുന്നുണ്ട്, ഒരുപാട് പേരുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറുന്നുണ്ട്, ഒരുപാട് പേർക്ക് നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്ന റിയലൈസേഷൻ വന്ന സമയത്താണ് ഞാൻ എൻ്റെ വഴി കണ്ടെത്തിയത്. എന്തിനാണ് ഞാൻ ആർട്ട് പഠിപ്പിക്കുന്നത്? അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ ട്യൂട്ടോറിയൽസാണ് ചെയ്യുന്നത്, ആർട്ട് വീഡിയോസാണ് ചെയ്യുന്നത്. ഒരുപാട് പേരെ ചിത്രം വരയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ഇതിലൂടെയൊക്കെ ആർട്ട് പഠിപ്പിക്കുകയാണ്, ഒരുപാട് പേരെ കൊണ്ട് ചിത്രം വരപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിക്കാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവ്രിതിങ്ങിന് നല്ലൊരു വൈ കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പലരും പ്രശ്നം ഈ ഒരു വൈ ഇല്ലാത്തതാണ്. അപ്പം അങ്ങനെ വൈ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ തലേദിവസം രാത്രി എഴുതി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ തലേദിവസം രാത്രി തന്നെ ഒരു ലിസ്റ്റ് പോലെ ചെക്ക് ലിസ്റ്റ് പോലെ എഴുതി വെക്കുകയാണെങ്കിൽ അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വൈയുമായിട്ട് കണക്ട് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഓരോ തവണ ഓരോ ടാസ്കുകൾ ചെയ്ത് ലൈഫിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെത്തുന്ന സമയത്ത് ഒരു സിറ്റുവേഷനിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾ അന്ന് സാക്രിഫൈസ് എടുത്തതൊക്കെ എന്തിനാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലിക്കൊക്കെ മനസ്സിലാവുന്ന സമയത്ത് ഒരു സമയം കഴിയുമ്പോൾ അവരും നിങ്ങളുടെ കൂടെ ചേരും. അതാണ് ഈ വൈ കണ്ടെത്തിയുള്ള ബെനിഫിറ്റ്. 4ാമത്തെ പോയിന്റ്, സ്റ്റേ ഫ്ലെക്സിബിൾ. ഇതൊരു ജേണിയാണെന്ന് മനസ്സിലാക്കുക. ഇതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഫെയിലിയർ ആയിട്ട് മാറും, ഒരുപാട് കാര്യങ്ങൾ വിജയിക്കും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു മനസ്സ് കാണിക്കുക, ഒരു ഫ്ലെക്സിബിളായിട്ട് മാറുക. വെള്ളം പോലെ എന്ന് പറയും. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആ വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളത്തിന് ആ പാത്രത്തിൻ്റെ ഷേപ്പായിട്ട് മാറും. അപ്പോൾ നിങ്ങളുടെ ആർട്ടിസ്റ്റ് കരിയറിൻ്റെ ആദ്യത്തെ കുറേ വർഷങ്ങൾ നിങ്ങൾ വെള്ളം പോലെ ഇരിക്കണം. അപ്പം ഞാൻ ചെയ്ത കാര്യം, ഞാൻ ഓർഫനേജസിൽ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്, ആർട്ട് മെറ്റീരിയൽ ചെറിയൊരു കമ്മീഷന് സെല്ല് ചെയ്യുന്ന ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫ്ലൈൻ ആർട്ട് സ്കൂൾ എനിക്കുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, ആർട്ട് കോമ്പറ്റീഷന് ജഡ്ജായിട്ട് പോകുന്നുണ്ടായിരുന്നു, ആർട്ട് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഞാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നമ്മൾ ഗ്രാബ് ചെയ്യാനായിട്ട് നോക്കും. കാരണം അങ്ങനെ ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ അകത്തുനിന്ന് ഒരു ലേണിംഗ്, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് വിജയമാണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അത് നമ്മുടെ ലേണിംഗ് ആണ്. അത് നമുക്ക് മുന്നോട്ട് ഏത് ദിശയിൽ പോകണം എന്നുള്ള ക്ലാരിറ്റി കിട്ടും. ഈ ഒരു പോയിന്റ് മറക്കണ്ട, സ്റ്റേ ഫ്ലെക്സിബിൾ. 5th പോയിന്റ്, ബിൽഡ് യുവർ ഓൺ കമ്മ്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എന്തായിരുന്നു. നിങ്ങൾക്ക് ആർട്ട് ഫീൽഡിൽ, ആർട്ടിൽ ലേസർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസ് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവർ അടുത്തുനിന്ന് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് ആർട്ടിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല, ഫ്രണ്ട്സോ ഫാമിലിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സപ്പോർട്ടീവ് ടീം നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ അതാണ് ചെയ്തത്. ഞാൻ ഈ കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കൂടെ താമസിക്കുന്ന കൊച്ചിയിലെന്ന ഹോസ്റ്റൽ റൂമിൽ കൂടെ താമസിക്കുന്ന ഫ്രണ്ട്സിന് പോലും ഞാൻ ഓർഫനേജിൽ ക്ലാസ് എടുക്കുന്ന കാര്യമോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ടൈം ലാപ്സ് വീഡിയോസ് ഒക്കെ ഇടുന്ന കാര്യമോ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫാമിലിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനൊരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു. അപ്പം അത്തരത്തിൽ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഷോർട്ടായിട്ടുള്ള റീൽസ് ഇടാം, നിങ്ങളുടെ അപ്ഡേറ്റ്സ് പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ ഫോളോ ചെയ്യും, അവർ തിരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കൂടാതെ പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്ത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുക്കാതെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരില്ല. ഇപ്പോൾ ചുമ്മാ ഒരു ആർട്ടിസ്റ്റിൻ്റെ കോൺടാക്റ്റ് നിങ്ങൾക്ക് കിട്ടി, വെറുതെ കുറേ ഡൗട്ടുകൾ ചോദിക്കുക, വെറുതെ അങ്ങോട്ട് കുറേ മെസ്സേജ് അയക്കുന്നതിന് പകരം ഇടയ്ക്ക് ആൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അങ്ങോട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ആളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആൾ നിങ്ങളെ ശ്രദ്ധിച്ചു കൊടുക്കും. എന്നാലോചിച്ചെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അകത്തും നമ്മൾ അങ്ങനെ തന്നെയല്ലേ ബിഹേവ് ചെയ്യുന്നത്. അവർക്ക് ഇടയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കമ്മ്യൂണിറ്റി നിലനിന്ന് പോകുന്നത്. സോ വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ട് പല വ്യക്തികളിലൂടെയും ഒരുപാട് വാല്യൂസ്, നമ്മുടെ അകത്തുള്ള ഒരുപാട് മൂല്യങ്ങൾ ഷെയർ ചെയ്യുക. തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് സപ്പോർട്ട് കിട്ടും. അങ്ങനെ പതിയെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. പെയ്ഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അതിൻ്റെ അകത്തുള്ള സ്റ്റുഡൻസുമായിട്ട് ഫ്രണ്ട്സ് ആവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചിത്രങ്ങൾ വരച്ച് പല ചലഞ്ചുകൾ എടുക്കുന്നുണ്ട്. 50 പോർട്രേറ്റ് ഡ്രോയിങ് ചലഞ്ചും 100 days പ്രാക്ടീസ് ചലഞ്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കമ്മ്യൂണിറ്റിയുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടീവ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരിക്കലും നിങ്ങൾ ആരും കംപ്ലൈൻറ്റ് പറയരുത് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ല എന്നുള്ളത്. 6ാമത്തെ ആൻഡ് അവസാനത്തെ പോയിന്റ്, ബിൽഡ് എ വിന്നർ ആറ്റിറ്റ്യൂഡ്.
ആർട്ട് ഫീൽഡിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഒരു വിന്നർ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. നമ്മൾ വിജയിക്കും അല്ലെങ്കിൽ നമ്മളൊരു വിന്നർ ആണ് എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. പല സ്ഥലങ്ങളിലും നമ്മൾ തോറ്റുപോകും. പല സ്ഥലങ്ങളിലും ക്ലാരിറ്റി ഇല്ലാത്ത ഡെഡ് എൻഡുകൾ നമ്മൾ എത്തും. ആ സമയത്തൊക്കെ വിന്നർ ആറ്റിറ്റ്യൂഡ് വേണം. ചെറിയൊരു എക്സാമ്പിളിലൂടെ ഞാൻ എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നമ്മളൊരു മൗണ്ടൻ കയറാമെന്ന് വിചാരിക്കും. ഓരോ ആർട്ടിസ്റ്റുകളും അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള മൗണ്ടൻസ് ആണ് കയറുന്നത്. അത് കയറുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. കയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, വഴിക്ക് വീഴും, കുഴിയിൽ വീഴും, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ വീഴുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വേണം, ഞാൻ ഈ മൗണ്ടൻ കയറുന്ന സമയത്ത് ഞാൻ ആ വഴി ക്ലീൻ ആക്കിക്കൊണ്ടാണ് കയറുന്നത്. എൻ്റെ പിന്നാലെ ഒരുപാട് പേർക്ക് കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസം. 2017 കൊച്ചിയിൽ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ആർട്ട് സ്കൂളിന് എൻ്റെ സ്വന്തം പേരിട്ടു, ആർട്ടിസ്റ്റ് സച്ചിൻ സ്കൂൾ ഓഫ് ആർട്സ്. അപ്പോൾ അത് പേരിട്ടതിന് ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഞാൻ പുറമെ ആർട്ടിസ്റ്റുകൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആർട്ട് സ്റ്റുഡിയോയും ആർട്ട് സ്കൂളൊക്കെ അവരുടെ പേരിട്ടിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആക്കി എടുത്തിട്ടാണ് അന്ന് കൊച്ചിയിൽ ഞാനന്ന് പേരിട്ട്. പക്ഷെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. ഇവനാരാണ് സ്വന്തം പേരിട്ട് ആർട്ട് സ്കൂൾ നടത്താനായിട്ട്, ഇവനാരാണ് പേരിൻ്റെ മുമ്പിൽ ആർട്ടിസ്റ്റിന് ചേർക്കാനായിട്ട്. ആ സമയത്തൊക്കെ ഒരുപാട് ആർട്ട് സ്കൂളുകൾ വർണ്ണം, ദൃശ്യം, അങ്ങനെ കുറേ ജനറിക് നെയിമുള്ള ഒരുപാട് ആർട്ട് സ്കൂളായിരുന്നു. പക്ഷേ എനിക്ക് വാശിയായിരുന്നു എൻ്റെ ആർട്ട് സ്കൂളിൽ എൻ്റെ പേരിടണം. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ട് സ്കൂളിന് മാക്സിമം പോസിറ്റീവ് റിവ്യൂ കിട്ടാനായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം ആർട്ട് സ്കൂളിന് നെഗറ്റീവ് റിവ്യൂ കിട്ടി എൻ്റെ പേരിനെയാണല്ലോ ബാധിക്കുന്നത്. അങ്ങനെ പേരിട്ട് കുറേ സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കൊച്ചിയിൽ എൻ്റെ ആർട്ട് സ്കൂളിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ട് ആ ഒരു പേര് തന്നെ റീസണായി. ഇതെന്താ ആർട്ടിസ്റ്റ് സച്ചിൻ സ്കൂൾ ഓഫ് ആർട്സ്, ഇതെന്താ സംഭവം, ആരാണ് സച്ചിൻ എന്നൊക്കെ അന്വേഷിച്ച ആൾക്കാർ വരാനും വരുന്ന ആൾക്കാർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കാനും സ്റ്റുഡൻസ് നല്ല റിസൾട്ട് കിട്ടാനും നമുക്ക് സാധിച്ചു. ആ ഒരു വിന്നർ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം വേണം. സോ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിജയം മാത്രമായിരിക്കില്ല. നിങ്ങളെ പോലെ ആ മൗണ്ടൻ കയറുന്ന ഒരുപാട് പേർക്ക് ഒരു കൈത്താങ്ങും പ്രചോദനവുമായിട്ട് നിങ്ങൾ മാറും. അതിനൊരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. മിറർ യുവർ സെൽഫ് ഇൻ ടു എ ബെറ്റർ പേഴ്സൺ. നിങ്ങൾ നിങ്ങളെ തന്നെ മിറർ ചെയ്യുക. മിററിൽ കാണുമ്പോൾ എന്താ, നമ്മുടെ സെയിം പേഴ്സണാലിറ്റി ആയിരിക്കും, സെയിം രൂപമായിരിക്കും കാണുന്നുണ്ടായിരിക്കാം. ആ രൂപത്തിനെ കുറച്ചും കൂടി ബെറ്റർ പേഴ്സണായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്ന ഇടത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ആർട്ടിസ്റ്റ് സച്ചിൻ എങ്ങനെ ഇരിക്കും ഒരു 10 വർഷം കഴിയുമ്പോൾ, യൂസ് ചെയ്യുന്ന കാർ എന്തായിരിക്കും, കഴിക്കുന്ന ഫുഡ് എന്തായിരിക്കും, എവിടെയായിരിക്കും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ ഇമാജിൻ ചെയ്യും. എങ്ങനെയായിരിക്കും ആ സമയത്ത് ഫിസിക്ക് ഉണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും ചിരിക്കുന്നുണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും ഒക്കെ ഞാൻ ഇമാജിൻ ചെയ്യും. എന്നിട്ട് ആ ഒരു വ്യക്തിയിലേക്ക് എത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ സംസാരിക്കുന്ന ഭാഷ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, ബോഡി ലാംഗ്വേജ് കറക്റ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, ചിലപ്പോൾ ഒന്ന് ഫിസിക്ക് ഒന്ന് ബെറ്റർ ആക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ആ വ്യക്തിയിൽ എത്താനുള്ള യാത്രയായിരിക്കും അങ്ങോട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ വ്യക്തിയായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരെക്കാളും ആ സമയത്ത് അതിനേക്കാളും ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതിൻ്റെ മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞൊരു പോയിന്റുള്ള വൈ എന്ന് പറയുന്ന കാര്യം. സോ ആ ബെറ്റർ പേഴ്സണാകാനുള്ള യാത്രയാണ് ഓരോ ആർട്ടിസ്റ്റും ശരിക്കും ചെയ്യേണ്ടത്. അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. പതിയെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് ഒരു സമയത്ത് ആ വ്യക്തിയായിട്ട് നമ്മൾ മാറും. അപ്പം മാറുമ്പോഴും വീണ്ടും ഒരു മിററിങ് അവിടെ നടക്കും, വീണ്ടും ഒരു ഇമാജിനേഷൻ, അതിനേക്കാളും ബെറ്റർ വ്യക്തിയാക്കി നമുക്ക് മാറാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും കിട്ടും. അതാണ് ഒരു വിന്നർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യം. അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം ഇത്തരത്തിൽ നമ്മുടെ മൈൻഡ് സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട്, നമ്മുടെ ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ട്, വെൽനെസ്സിൽ വർക്ക് ചെയ്തുകൊണ്ട്, നല്ലൊരു സപ്പോർട്ടീവ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ആർട്ടിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാനും നല്ലൊരു ആർട്ടിസ്റ്റായി മാറാനും സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.